വെറും ഒരു ക്ലിക്ക് കൊണ്ട് മൾട്ടി ഫങ്ഷൻസ് ഉള്ള ഡാറ്റ എൻട്രി ഫോം എങ്ങനെ എക്സലിൽ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ബിലീവ് മീ ഫ്രണ്ട്സ്, ഒരു കോഡ് പോലും യൂസ് ചെയ്യാതെയാണ് ഇത് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ വൈ ഷുഡ് വി വെയിറ്റ്? ലെറ്റ് us go to our video. നമുക്കിവിടെ കമ്പനി ഡാറ്റ കാണാം. ഈ ഡാറ്റയുടെ ഹെഡേഴ്സ് ആണ് റോ 1ൽ കൊടുത്തിരിക്കുന്നത്. നോർമൽ കേസിൽ ഒരു ഡാറ്റ ആഡ് ചെയ്യാൻ നമ്മൾ നെക്സ്റ്റ് എംപ്റ്റി റോ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഡാറ്റ ടൈപ്പ് ചെയ്യുന്നതാണ്. ഇതിനു പകരം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എക്സൽ ഡാറ്റ എൻട്രി ഫോം ആണ്. ഈ ഫോം യൂസ് ചെയ്യുന്നതിന് ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? നമ്മുടെ എക്സൽ ഡാറ്റയെ ഒരു ടേബിൾ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനായി നമ്മുടെ ഡാറ്റയുള്ള ഏതെങ്കിലും ഒരു സെൽ സെലക്ട് ചെയ്തതിനു ശേഷം ഷോർട്ട്കട്ട് Ctrl+T പ്രസ് ചെയ്യുക. നമുക്ക് ഈ പോപ്പപ്പ് കാണാൻ സാധിക്കും. ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഡാറ്റ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്തു. കൂടാതെ നമ്മുടെ ടേബിളിന് ഒരു ഡിസൈൻ സ്റ്റൈൽ ഉണ്ട്. ബ്ലൂ ഷെയ്ഡുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡിസൈൻ ഞാൻ റിമൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനായി ടേബിൾ ഡിസൈൻ എന്ന ടാബ് സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ ഡിസൈൻസിന്റെ മോഡൽസ് കാണാം. അവിടെയുള്ള ഡ്രോപ്പ് ഡൗൺ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ നൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഡാറ്റ ആദ്യമുള്ള ഡിസൈൻ സ്റ്റൈലിലോട്ട് കൺവേർട്ട് ആയി. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ക്ലിക്കിൽ നമ്മുടെ ഫോം ജനറേറ്റ് ചെയ്യണം. പക്ഷെ ഫോം എന്ന ബട്ടൺ നമ്മുടെ റിബണിലോ ടാബിലോ എവിടെയും കാണാൻ സാധിക്കുന്നില്ല. ഈ ഓപ്ഷൻ നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. അതിനായി നമ്മുടെ ആക്സസ് ടൂൾ ബാറിൽ കാണുന്ന ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്ന മോർ കമാൻഡ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എക്സൽ ഓപ്ഷൻസിന്റെ പോപ്പപ്പ് മെനു നമുക്ക് ലഭിക്കും. ഇവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ സെലക്ട് ചെയ്യുക. ശേഷം ചൂസ് കമാൻഡ്സ് ഫ്രം എന്ന ഓപ്ഷനിൽ ഓൾ കമാൻഡ്സ് സെലക്ട് ചെയ്യുക. ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഫോം എന്ന കമാൻഡ് നമുക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്തിട്ട് ആഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫോം ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലോട്ട് ആഡ് ആയി. ഇനി ഓക്കെ പ്രസ് ചെയ്യുക. വാവ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഫോം ഓപ്ഷൻ ഇനേബിൾ ആയി. ഇനി ഇത് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ആക്റ്റീവ് സെൽ ഡാറ്റയുള്ള ഏതെങ്കിലും സെല്ലിലായിരിക്കണം. അതായത് ഈ ഡാറ്റ റേഞ്ചിന്റെ ഔട്ട്സൈഡ് ആണ് നമ്മുടെ ആക്റ്റീവ് സെല്ലെങ്കിൽ ഈ ഫോം ഓപ്ഷൻ വർക്ക് ആകില്ല. ഇവിടെ വർക്ക്ഷീറ്റിൽ നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ ആക്റ്റീവ് സെൽ D3 സെല്ലിലാണ്. അതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ലാതെ നമുക്കിവിടെ ഫോം ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അടിപൊളി ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒറ്റ ക്ലിക്കിൽ നമ്മുടെ ഫോം ജനറേറ്റ് ആയി. കൂടാതെ ഈ ഫോമിലെ ഫീൽഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അത് നമ്മുടെ ഹെഡേഴ്സ് ആണ്. ഇനി ഈ ഫോമിന്റെ ഡിഫറെന്റ് ഫങ്ഷൻസ് നമുക്ക് പഠിക്കാം. കൂടാതെ ഒരു സർപ്രൈസിങ് ഷോർട്ട് കട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ നോക്കാം. ഫൈൻഡ് പ്രീവിയസ് ആൻഡ് ഫൈൻഡ് നെക്സ്റ്റ് ബട്ടൺ നിങ്ങൾക്ക് കാണാം. ആദ്യം ഡാറ്റ എൻട്രി ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിലെ ഡാറ്റയാണ് നമുക്ക് കാണിച്ചു തരിക. ഇനി നമ്മൾ ഫൈൻഡ് നെക്സ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ അടുത്ത റോയിലെ ഡാറ്റ കാണിച്ചു തരുന്നതാണ്. ഈ രീതിയിൽ താഴെയും മുകളിലുള്ള ഡാറ്റ നമുക്ക് സ്വിച്ച് ചെയ്യാൻ ഫൈൻഡ് നെക്സ്റ്റ് ആൻഡ് പ്രീവിയസ് ബട്ടൺ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സ്ക്രോൾ ബാർ യൂസ് ചെയ്തുകൊണ്ടും പ്രീവിയസ് ആൻഡ് നെക്സ്റ്റ് ഡാറ്റയിലോട്ട് നമുക്ക് ജംപ് ചെയ്യാം. ഇനി പുതിയ ഡാറ്റ ആഡ് ചെയ്യാൻ ന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മതി. നമുക്കിവിടെ എംപ്റ്റി ഫീൽഡ്സ് കാണാം. ഇവിടെ കാറ്റഗറി, ടാസ്ക്, ഡേറ്റ്, പേഴ്സൺ, റവന്യൂ ആൻഡ് സ്റ്റാറ്റസ് ഞാൻ ഫിൽ ചെയ്യുന്നു. ഫൈനലി നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുന്നു. നമുക്കിവിടെ കാണാം നമ്മുടെ ഡാറ്റ താഴെയുള്ള റോയിൽ ഇൻസേർട്ട് ആയി. ഇതുപോലെ തന്നെ ഇനിയും നമുക്ക് ന്യൂ ഡാറ്റ കൊടുക്കാം. ശേഷം എൻ്റർ പ്രസ് ചെയ്താൽ നമ്മുടെ ഡാറ്റ താഴെയുള്ള റോയിൽ റിഫ്ലക്റ്റ് ആവുന്നതാണ്. ഇനി അടുത്ത ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ പ്രീവിയസ് ഡാറ്റയാണ് സെലക്ട് ചെയ്തത്. ഇവിടെ ഞാൻ കുറച്ച് എഡിറ്റ്സ് വരുത്തുന്നു. ടാസ്കിൽ ഞാൻ വീഡിയോ 1 എന്നാക്കുന്നു. കൂടാതെ പേഴ്സൺ നെയിം ഞാൻ സിയ എന്ന് ചേഞ്ച് ചെയ്യുന്നു. സപ്പോസ് ഞാൻ എൻ്റർ പ്രസ് ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് റോ ഡാറ്റ എഡിറ്റ് ആകും. ഇനി ഒരു പക്ഷെ നമ്മുടെ എഡിറ്റ് അൺഡു ചെയ്യണം അഥവാ റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് റീസ്റ്റോർ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ഓൾഡ് വാല്യൂസ് റീസ്റ്റോർ ആയി. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫംഗ്ഷൻ നോക്കാം. നമുക്ക് ആഗ്രഹമുള്ള ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ ഡാറ്റയെ ഫിൽട്ടർ ചെയ്യാനോ സെർച്ച് ചെയ്യാനോ ഈ ഡാറ്റ എൻട്രി ഫോം നമ്മളെ സഹായിക്കും.
അതിനായി ക്രൈറ്റീരിയ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്കിവിടെ ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ കോളം ഇയിൽ നമുക്ക് റവന്യൂ വാല്യൂസ് കാണാം. എനിക്കിവിടെ റവന്യൂസ് ഗ്രേറ്റർ ദാൻ 100നേക്കാളും കൂടുതലുള്ള റവന്യൂസ് ഉള്ള ഡാറ്റയെ ഫിൽട്ടർ ചെയ്യണം. അതിനായി റവന്യൂ ഫീൽഡിൽ ഞാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുത്തിട്ട് 100 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ശേഷം എൻ്റർ പ്രസ് ചെയ്യുന്നു. അടിപൊളി ഫ്രണ്ട്സ്, അങ്ങനെ റവന്യൂ 100നേക്കാളും കൂടുതലുള്ള ഡാറ്റ സെറ്റ്സ് ഫിൽട്ടർ ആയി. അടുത്ത ഡാറ്റ സെറ്റ് കാണാൻ ഫൈൻഡ് നെക്സ്റ്റ് യൂസ് ചെയ്താൽ മതി. നമുക്കിവിടെ കാണാം ഫൈൻഡ് നെക്സ്റ്റ് യൂസ് ചെയ്ത് കാണുന്ന എല്ലാ ഡാറ്റയുടെയും റവന്യൂ ഗ്രേറ്റർ ദാൻ 100 ആണ്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. വീണ്ടും ഫിൽട്ടർ ചെയ്യാനായി ഞാൻ ക്രൈറ്റീരിയ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇവിടെ എക്സിസ്റ്റിംഗ് കണ്ടീഷനായ ഗ്രേറ്റർ ദാൻ 100 എന്ന വാല്യൂ റവന്യൂയിലുള്ള വാല്യൂ ഞാൻ റിമൂവ് ചെയ്യുന്നു. ഇനി കാറ്റഗറിയിൽ ഞാൻ യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ യൂട്യൂബ് റിലേറ്റഡ് ഡാറ്റ സെറ്റ്സ് ഫിൽട്ടർ ആകുന്നതാണ്. ഈ രീതിയിൽ നോർമൽ ഫിൽട്ടർ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഡാറ്റ എൻട്രി ഫോമിൽ കണ്ടീഷൻ കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ സർപ്രൈസിങ് ഷോർട്ട് കട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ സെയിം ഡാറ്റ ഞാനൊരു ന്യൂ വർക്ക്ഷീറ്റിലോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ ഫോം ബട്ടൺ അവിടെ കാണുന്നില്ല. കൂടാതെ ടേബിൾ ഡിസൈൻ ടാബും കാണുന്നില്ല. അതായത് ഫോം ബട്ടൺ ഞാൻ ഇനേബിൾ ചെയ്തിട്ടില്ല. കൂടാതെ നമ്മുടെ ഡാറ്റ റേഞ്ചിനെ ഞാൻ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല. ഈ സ്റ്റെപ്സ് ഒന്നും ചെയ്യാതെ എങ്ങനെ ഡാറ്റ എൻട്രി ഫോം ഓപ്പൺ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അതിനായി അൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യുക. ശേഷം ഡി ആൻഡ് ഒ പ്രസ് ചെയ്യുക. വാട്ട് എ സർപ്രൈസ് ഫ്രണ്ട്സ്, നമ്മുടെ ഡാറ്റ എൻട്രി ഫോം ഓപ്പൺ ആയി. നിങ്ങൾക്കിത് യൂസ് ചെയ്ത് തുടങ്ങാം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ ആ മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ കമന്റ് ബോക്സിൽ പോരട്ടെ. കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ന്യൂ വീഡിയോ അപ്ഡേറ്റ്സ് ലഭിക്കാൻ ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ.